പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ഇപ്പോൾ കൂടെയുണ്ട്. അവരെല്ലാം തന്നെ ഈ ഒരു വിധിയിൽ ആശ്വാസം കൊള്ളുന്നവരാണ്. ഷിബിൻ്റെ അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഴ കൊണ്ടാണ് ഷിബിനെ വെട്ടിയതെങ്കിൽ പേന കൊണ്ടായിരുന്നു കോടതി വെട്ടിയത്. ഇതിനൊക്കെ കാരണം അന്നത്തെ UDF സർക്കാരും അന്നത്തെ പോലീസുമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ വിധി മാറിയിരിക്കുന്നു, പോലീസ് സഹായിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ നീതിന്യായ വ്യവസ്ഥ കൂടെ നിന്നിരിക്കുന്നു. ആ ഒരു നീതിയുടെ ആശ്വാസത്തിലാണ് ഇപ്പോൾ ഷിബിൻ്റെ നാട്ടുകാർ അടക്കമുള്ളത്. ലീഗ് അത്രയേറെ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു നാടാണ്. അതായത് ഇത്തരം കേസുകൾ പോലും എപ്പോഴും തേച്ചു മായ്ച്ചു കഴിയുന്ന CPM പ്രവർത്തകർക്ക് നീതി കിട്ടാനുള്ള എല്ലാ കേസുകളും തേച്ചു മായ്ച്ചു കളയുന്ന ഒരു പണത്തിൻ്റെ സ്വാധീനം ലീഗ് എല്ലാ കാലത്തും ഉപയോഗിച്ചിരുന്നു. അതാണ് അച്ഛൻ നേരത്തെ പങ്കുവെച്ചത്. എന്നാൽ അവർക്ക് നീതി കിട്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് നമുക്ക് CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയോട് ചോദിക്കാം. എന്താണ് പറയാനുള്ളത്? ഇവിടെ നേരത്തെ ഒരു വിഷയവും ഇല്ലാത്ത ഒരു ആക്രമണ സാഹചര്യവും നിലവിലില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഇത് പെട്ടെന്നുണ്ടായൊരു പ്രശ്നമായി കാണുന്നില്ല. വളരെ നേരത്തെ തന്നെ ലീഗിൻ്റെ ക്രിമിനൽ സംഘവും ആ വിഭാഗത്തിൽപ്പെട്ട കുറേ ആളുകളുമെല്ലാം കൂടിച്ചേർന്ന് ആസൂത്രണം ചെയ്ത ഒരു വലിയ പദ്ധതിയായിരുന്നു ഈ പദ്ധതി. അത് CPIM-നെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ വേദനിപ്പിച്ചതാണ്, ഈ നാടിനെ വലിയ തോതിൽ വേദനിപ്പിച്ചതാണ്. അപ്പോൾ മാറാട് കോടതി വിധി വലിയ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ കണ്ടിരുന്നു. പ്രതികളെല്ലാം വളരെ കൃത്യമായ എല്ലാ കാര്യങ്ങളും കോടതിക്ക് മുമ്പാകെ പറയുകയുണ്ടായി. ഒരു തരത്തിലുള്ള വേവലാതിയും ഞങ്ങൾക്കാർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ സെക്കൻഡ് കൊണ്ടാണ് ആ വിധി കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ പ്രഖ്യാപനം അന്ന് CPIM പ്രവർത്തകന്മാരെ മാത്രമല്ല ഈ നാടിനെ ആകെ വലിയ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്, അമർഷത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഹൈക്കോടതിയുടെ വിധി വന്നപ്പോൾ ഈ നാടിന് ഒരു പുതിയ സന്ദേശം നൽകിയിരിക്കുകയാണ്. ആ സന്ദേശം എന്ന് പറയുന്നത് ഒരു നിയമവാഴ്ച നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ ഉണ്ടായിട്ടുള്ളത് ആശ്വാസകരമാണ്.